കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആടെ ടീം ലീഡർ നേരത്തെ പൊക്കോളാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഞാൻ പറഞ്ഞൊന്നുമില്ല. എടാ നിനക്കറിയാം ഞാൻ ഇന്ന് 3 കസ്റ്റമേഴ്സിന്റെ പേപ്പർ ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞ വഴിയാ. ഞാൻ ചോദിച്ചു 3 മണിക്ക് ഞാൻ പോണെന്ന്. അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നിന്നെ വിളിക്കാടാ. അമ്മ ഇന്ന് ഓഫീസിൽ പോയില്ല, അത് ഉച്ചക്ക് മുന്നേ എത്തിയ? ഇല്ലടാ, ഞാനേ അവിടെ വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. വൈകുന്നേരം മീറ്റിംഗ് കഴിയാണെന്ന് പറഞ്ഞു. അല്ല വന്ന ഉടൻ തന്നെ പണിയെടുക്കണത് ഭയങ്കര അഴുക്കായി കിടക്കണം, എല്ലായിടം വൃത്തിയായിട്ടായി കിടക്കണം. ലച്ചുവിനെ അടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അതൊക്കെ. ഞാൻ ചെയ്യാം. ഞാൻ ചെയ്യുന്നു. നീ കൊണ്ട് ബാഗ് വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്കും. അമ്മ റെസ്റ്റ് എടുക്ക് പോയിട്ട് തന്നെ ബാഗ് കൊണ്ട് വെക്ക്. ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് പൊളിക്ക് ചെല്ല്. മാറിയാ കൊണ്ട് എന്ത് എന്താ അതിന്റെ പടവലത്തെ കൂര മോളോട്ട് പൊങ്ങിപ്പോയി. എന്തോ എന്താന്ന് വെച്ചാ അമ്മ അതെയാ മോപ്പ് കളഞ്ഞേ. മോപ്പത്തിനാ കളയണത്? മാറ്റം അത് എന്തോ വെച്ചു ഇത് മാറ്റമ്മ മാറ്റി. ഇതെന്താ? ഇത് ആശുപത്രിയിൽ ഗുളിക വാങ്ങിച്ചത് എന്തോന്ന്? ഇത് പഴയ ഗുളികല്ലോ. പഴയതല്ലേ? ഇന്നത്തെ ഡേറ്റ് എടുക്കാനല്ല. ഇന്നത്തെ ഡേറ്റ് എടുക്കാനല്ല. എന്തോന്നമ്മ അത് പറയടേ. നിനക്ക് വയ്യല്ലേ? എന്താമ്മ? അമ്മ ഇന്ന് ഹോസ്പിറ്റലിൽ പോയല്ലേ? പാറു മിഠായിക്ക് വേണ്ടിട്ട് നമ്മുടെ ബാഗ് തപ്പിയപ്പോ കിട്ടിയതാണ് ആ മരുന്നും ആ ചീട്ടൊക്കെ. അത് എന്താണ്? പറ, എന്താ പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താ? പോയെന്തിന്? അല്ല, അത് ഇവിടുന്ന് രാവിലെ പോയില്ലേ, പോയപ്പോ എനിക്ക് ചെറിയ തലവേദന, ഒരു പനി പോലെ തോന്നി. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ കയറി മരുന്ന് മേടിച്ചിട്ട് ഇങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ നേരത്തെ പറഞ്ഞാൽ പോരായിരുന്ന? അമ്മ എന്തിനാ ഒരു കാര്യമില്ലാതെ വേറെ കള്ളം പറഞ്ഞത്? ഓഫീസിൽ MDയും വേറെ കമ്പനിയായിട്ടാണ് മീറ്റിംഗ്. ഹലോ, അതിനകത്ത് പനിയുടെ തലവേദനയുടെ മരുന്നൊന്നും അല്ല, വേറെ എന്തിന്റെയോ മരുന്നാണ്. നീ സത്യം പറ. നീ ഇന്നലെ രാത്രി നീ എത്ര പ്രാവശ്യം ലൈറ്റ് ഇട്ട് പറ? അപ്പൊ നിനക്ക് വയ്യാത്തോണ്ടല്ലേ? അപ്പൊ അമ്മക്ക് ഇന്നലെ വയ്യായിരുന്നു. അമ്മ എന്താ കാര്യം പറയുമ്പോ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. എന്തോന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ, വേറെ ഒന്നുമില്ല. എനിക്ക് ഇന്നലെ രാവിലെ നല്ല വയറുവേദന ഉണ്ടായിരുന്നു. അത് ഒരു കഴിഞ്ഞ മാസം തൊട്ടുണ്ട് വേദന. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല മാറുമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ രാത്രി നല്ല വേദന, ഇന്ന് രാവിലെ നല്ല വേദന. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് ഞാനൊന്ന് വേദന സഹിക്കാൻ വേണ്ടി പിന്നെ ഹോസ്പിറ്റലിൽ സഹിക്കാൻ വയ്യാത്തോണ്ട് അല്ല വേദന ഇതെന്താ, അപ്പൊ വേദന ഉള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് സ്റ്റോണിന്റെ ആണ് എന്ന് പറയാം. മരുന്ന് തന്നിട്ടുണ്ട്, അത് കഴിച്ചു കഴിയുമ്പോൾ അതങ്ങ് മാറും. ഇപ്പൊ വേദന കുറവുണ്ട്. ഗുളിക ഞാൻ അപ്പൊ തന്നെ കഴിച്ചു. അമ്മ എന്ത് പറയാത്തത്? അമ്മ എത്ര ദിവസം വെച്ചോണ്ടിരുന്നത്? നേരത്തെ കൊണ്ട് കാണിച്ചിട്ടായിരുന്നോ? അല്ല ഞങ്ങളുടെ പറയാലോ, നമ്മൾ നേരത്തെ കൊണ്ട് കാണിപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. അത് നമുക്കൊക്കെ വിഷമം ഉണ്ടാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അവള് വേദന സഹിച്ച് ഓരോ ജോലി ഇവിടെ ചെയ്യണം. നിനക്ക് വേദന ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് നീ വിചാരിച്ചല്ലേ? തന്നെ അങ്ങനെ വിചാരിച്ചാ നീ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിനക്ക് എത്ര കാലം എന്നെ കൂടെ ജോലി ചെയ്യിപ്പിക്കും ഞാൻ. പിന്നെ എന്താ പിന്നെ അവർക്ക് പറഞ്ഞു തരണ നാക്കടുത്ത് കളിക്കണവള്. നീ പോയി കിടന്ന് ഉറങ്ങും. ഞാൻ ചെയ്തോളാം. നിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. അത് ആ ടാബ്ലറ്റ് കഴിച്ചപ്പോ എനിക്ക് കുറവുണ്ട്. ഇപ്പൊ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ വേദനയില്ല. ഞാൻ ഇവിടെ ജോലി ചെയ്തോളാം. നിങ്ങൾ പോയ അപ്പുറത്തോട്ട്. ഇത് റെസ്റ്റ് എടുക്കേണ്ട അസുഖമൊന്നും കണ്ട അച്ഛൻ ദേഷ്യപ്പെട്ട് പോയത് കണ്ട. അമ്മ ഇനി എന്തൊക്കെ നടക്കും പറയാൻ പറ്റില്ല കേട്ടോ.